ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു പിസ്സ ഉണ്ടാക്കിയാലോ? ഗോതമ്പ് പിസ്സ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പിസ്സയാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ പിസ്സയാണ്. ഞാൻ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗോതമ്പ് പൊടി എടുത്തിട്ട് ആണ് ഉണ്ടാക്കുന്നത്. 2 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. മൈദ കൊണ്ടാണ് പൊതുവെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പിസ്സ മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ഹെൽത്തി ആവാൻ വേണ്ടി ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തത്. അതാ 1 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ഗ്ലാസ്സിൽ തൈര് എടുത്തിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിൽ അല്ലെങ്കിൽ നമുക്ക് ഈസ്റ്റ് ഇട്ടിട്ട് ചെയ്യാം. പക്ഷേങ്കിൽ കുറച്ചുകൂടി ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയ തൈര് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഞാനിവിടെ തൈര് തന്നെ എടുത്തിട്ടാണ് ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നത്. ആവശ്യം വരുമ്പോൾ കുറച്ചുകൂടെ തൈര് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ സമയം നമുക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കാം. അതിന് കഴുകിയെടുത്ത് ചിക്കനിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, മുളക് പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കാം. വേറെ പൗഡറൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ചിക്കൻ പൊരിച്ചെടുക്കാം. ചിക്കൻ പിസ്സയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒറിഗാനോ ആവശ്യമായിരുന്നു. പക്ഷേ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. വേറെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒറിഗാനോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ പനിക്കൂർക്കല വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതിന് മുമ്പേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒറിഗാനോ ഉണ്ടാക്കാൻ വേണ്ടി പനിക്കൂർക്കല എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. അത് നല്ല ഡ്രൈ ആയിട്ട് വെള്ളമൊക്കെ പോയി എല്ലാം നല്ല ഡ്രൈ ആയിട്ട് പൊടിച്ചെടുക്കുന്നതാണ്. പിന്നെ ചില്ലി ഫ്ലേക്സും ഞാനിവിടെ മുളക് നന്നായി വറുത്തെടുത്തിട്ട് പൊടിച്ചെടുക്കുകയാണ്. പിസ്സ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, 2 തക്കാളി, ഒരു കഷ്ണം ഉള്ളി, പിന്നെ 3 വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടിയൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ ഈ വഴറ്റിയെടുക്കുമ്പോൾ ഇതിൻ്റെ തൊലിയില്ലേ, ആ തൊലി വിട്ടുപോരും. ആ സമയത്ത് ഞാനത് എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ലോണം മിക്സിയിലിട്ട് അടിച്ചെടുക്കണം തണിഞ്ഞ ശേഷം. അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ. ഇതിൽ മിസ്സായി പോയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ടിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ഇട്ടിട്ട് വഴറ്റിയെടുത്ത ശേഷം ഞാൻ ഇത് മാറ്റി വെച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. തണിഞ്ഞ ശേഷമാണ്. നമുക്ക് പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കാം. ആ പാനിലേക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച നമ്മുടെ പിസ്സ ബേസ് എടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. സൈഡൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. എന്നാലും നമ്മൾ ഹോം മെയ്ഡ് ആണല്ലോ, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ ട്രൈ ചെയ്തു. ഇനി പിസ്സ സോസ് ഞാൻ അടിച്ചെടുത്ത പിസ്സ സോസ് ഈ ബേസിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫോർക്ക് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ചീസ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ചീസ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കവും ടൊമാറ്റോ വേണേൽ ചേർക്കാം. ഞാൻ ടൊമാറ്റോ ചേർത്തിട്ടില്ല. ക്യാപ്സിക്കം, ക്യാരറ്റ്, കാബേജാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കനും, നേരത്തെ വേവിച്ച് വെച്ച ചിക്കനും അതിൻ്റെ മേലെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ അതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. അടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്, ഗ്യാസിലൊന്നുമല്ല, അടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ആ ദോശക്കല്ല് നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ പാന് വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഗ്യാസിലും ഉണ്ടാക്കാം. ഓവൻ ഇല്ലാത്തവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇങ്ങനെ ഉണ്ടാക്കാം പിസ്സ. ഞാൻ ദോശക്കല്ലിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്ന് അടച്ചു വെക്കണം. കുറച്ച് സമയം അടച്ചു വെക്കുക. ഒരു 10-15 മിനിറ്റോളം അടച്ചു വെക്കുക. അധികം ഒരു തീ ഉണ്ടാവരുത്. ഒരു ഒത്ത തീയിൽ വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. എന്നോട് ചില്ലി ഫ്ലേക്സ് ഇതിലേക്ക് ഇടാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഒഴിവാക്കുക. ഞാനിത് ഫസ്റ്റ് ചില്ലി ഫ്ലേക്സ് ഇട്ട് ഉണ്ടാക്കി, പക്ഷേങ്കിൽ മക്കൾക്ക് ഭയങ്കര എരിവായത് കാരണം രണ്ടാമത് ഒരു പിസ്സ കൂടെ ഉണ്ടാക്കി. അതിന് ഞാൻ ചില്ലി ഫ്ലേക്സ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയ പിസ്സ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ശരി, ഓക്കെ, ബൈ.